മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടെ യാത്ര തിരിക്കുകയാണ്. അപ്പം യാത്രയിൽ ഗോവർദ്ധൻ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഗോവർദ്ധൻ നമ്മൾ തമ്മിൽ പോയ സ്ഥലമോ നമ്മൾ എവിടെയൊക്കെ പോയി ഒരു ഡീറ്റെയിലും ആരോടും പറയില്ലെന്ന് പറയാണ്. തന്നെ എനിക്ക് വിശ്വാസം കൊണ്ടാണ് തന്നെ കൂടെ കൂട്ടിയെന്ന് പറയാണ്. അല്ലെങ്കിൽ ഞാനൊരു ഡ്രൈവറിനെ മാത്രമേ പോകത്തുള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ബാലേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എൻ്റെ വായിൽ നിന്ന് ഒരു കാര്യവും മറ്റുള്ളവരാരും അറിയത്തില്ല. അത് ഞാൻ ബാലേട്ടന് തരുന്ന ഉറപ്പാണ്. എനിക്ക് തന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട്. അപ്പം ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ സംശയങ്ങൾ ബാലേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അത് തനിക്ക് ചോദിക്കാമെന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം ബാലേട്ട, അലീന ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീരത്തില്ലേ? അതുപോലെ തന്നെ ചേച്ചി തിരിച്ചു വരത്തില്ലയോ എന്ന് ഗോവർദ്ധൻ ചോദിക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, ഒരു ചെറിയ ചിരിയോടെ പറയാണ്, അതൊക്കെ ശരിയാണ്. അങ്ങനാണ് മറ്റുള്ളവരുടെ വിചാരവും അലീനയുടെ വിചാരവും അങ്ങനാണ്. അലീന ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോകുന്നതെന്ന് ബാലചന്ദ്രൻ പറയാണ്. അപ്പോൾ ഉടനെ ഗോവർദ്ധൻ വീണ്ടും ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ? ചേച്ചി തിരിച്ചു വന്നാൽ പ്രശ്നങ്ങളൊക്കെ തീർന്ന് പഴയതുപോലെ ആവത്തില്ലേ എന്ന് ചോദിക്കുകയാണ് ഗോവർദ്ധൻ. അപ്പം ബാലചന്ദ്രൻ പറയാണ്, അങ്ങ് വീട്ടിൽ പത്തായത്തിൽ ഒരു ഭരണി ഇരിപ്പുണ്ട്, അതിനകത്തൊരു ഭൂതം ഉണ്ടടോ. ആ ഭൂതത്തെ അടച്ചു വെച്ചേക്കുവാണ്. അപ്പം ആ അടപ്പാണ് അലീന. അപ്പം ആ ഭൂതം ഇരിക്കുന്ന ഭരണിയുടെ അടപ്പ് ഞാനങ്ങ് തുറന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പം ഭൂതം പുറത്ത് ചാടും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അലീന അവിടുന്ന് പോയി കഴിയുമ്പം ആ ഭൂതം പുറത്ത് ചാടും. ഭൂതം പുറത്ത് ചാടിക്കഴിഞ്ഞാൽ അലീനയ്ക്ക് പോലും തിരിച്ച് ആ ഭൂതത്തെ അകത്ത് കയറ്റാനോ പിടിച്ച് കെട്ടാനോ പറ്റത്തില്ലെന്ന് പറയാണ്. അപ്പോൾ ഉടനെ ബാലചന്ദ്രൻ്റെ അടുത്ത് ഗോവർദ്ധൻ ചോദിക്കണം, അതെന്തോ ബാലേട്ടാ അങ്ങനെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, തനിക്കിനി എന്തൊക്കെ മനസ്സിലാവാനിരിക്കുന്നുണ്ട്. അപ്പം ആ വീട്ടിലേക്ക് വൈജ വന്ന് കയറും. ആ വൈജ വന്ന് കയറുമ്പം ആ കുപ്പിയിൽ നിന്നിറങ്ങിയ ഭൂതം ഉണ്ടല്ലോ, ആ ഭൂതം വൈജയെ പിടികൂടും. അവളെ ഞെരിച്ചമക്കും. എന്നിട്ട് മുകളിലേക്ക് വലിച്ചെറിയും. ഇതൊക്കെ കണ്ട് ആ ഭൂതം ഇങ്ങനെ സന്തോഷിക്കും. ആരുടെയും കൈ സഹായം ഇല്ലാതെ താഴെ വന്ന് വീഴുന്നത് നോക്കി ഇങ്ങനെ നിൽക്കും ആ ഭൂതം എന്നും പറഞ്ഞ് ഭയങ്കര അട്ടഹാസ്യമായിട്ട് ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഗോവർദ്ധൻ ഇങ്ങനെ എന്തെന്നല്ലാതെ ബാലചന്ദ്രൻ എന്ത് പറ്റിയെന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുകയാണ്. ഇതൊക്കെയാണ് ആ ഭൂതം ഇനി ചെയ്യാൻ പോകുന്നത്. ഇനിയാണ് ഭൂതത്തിൻ്റെ യഥാർത്ഥ അഴിഞ്ഞാട്ടം. ഇത്രയും നാൾ എല്ലാവരും കൂടെ ആ ഭൂതത്തെ ആ കുപ്പിയിലാക്കി വെച്ചിരുന്നതാണ്. 23 വർഷം എടുത്തു ആ ഭൂതത്തെ ആ കുപ്പിയിലാക്കിയിട്ട്. ആ കുപ്പിയിലാക്കാൻ പല ആൾക്കാരും ഉണ്ടായിരുന്നു. ആ പല ആൾക്കാരെ ഓരോരുത്തരെ വീതം കണ്ടുപിടിച്ച് ആ ഭൂതത്തെ കുപ്പിയിൽ നിന്ന് ഇറക്കാനുള്ള വഴി അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നൊക്കെ ബാലചന്ദ്രൻ ആർക്കും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ എന്തൊക്കെയോ പറയുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ ഇങ്ങനെ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ എന്തൊക്കെയോ ഒരു പക മനസ്സിൽ കിടന്ന് തിളക്കുന്ന പോലെ ഗോവർദ്ധന് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഗോവർദ്ധൻ പറയുന്നുണ്ട്, ബാലേട്ടന് ഇത് എന്ത് പറ്റി? എന്തൊക്കെ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, തനിക്കിനി എന്തൊക്കെ മനസ്സിലാവാൻ കിടക്കുന്നു. അങ്ങനെ അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതോടെ ആ ഭൂതത്തിൻ്റെ പകയിൽ എല്ലാവരും ഞെരിഞ്ഞമങ്ങും. അങ്ങനെ ബാലചന്ദ്രൻ്റെ മനസ്സിലെ പകയും വിദ്വേഷവും ഒക്കെ ഗോവർദ്ധനോട് പറയുന്നുണ്ട്. അപ്പോൾ വൈജയോട് അത്രയ്ക്ക് ദേഷ്യമുണ്ട് ബാലചന്ദ്രന്. അതേപോലെ സ്റ്റാൻലിയെ കണ്ടുപിടിക്കണം, ഗംഗാധരനെ കണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അങ്ങനെ ബാലചന്ദ്രൻ്റെ യാത്ര ഓരോ ലക്ഷ്യവുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. കൂടെ ഗോവർദ്ധനുമുണ്ട്. എന്തായാലും തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാത്തിനും ഒരു പരിഹാരമായിട്ട് ബാലചന്ദ്രൻ വരത്തുള്ളൂ എന്നുള്ള ഒരു വാശിയുടെ പുറത്ത് ബാലചന്ദ്രൻ പോവുകയാണ്. മനസ്സിലാണെങ്കിൽ വിദ്വേഷം ഇങ്ങനെ നീറിപ്പുകയുമാണ്. ഈ സമയത്ത് നമ്മുടെ രോഹിത്തും ബബിതയും കൃഷ്ണമോളും അലീനയും എല്ലാവരും കൂടെ എറണാകുളത്തേക്ക് ചെല്ലുകയാണ്. അപ്പം അവിടെ ചെന്ന് വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തുകയാണ്. അപ്പോൾ വീട് കാണുമ്പം തന്നെ എല്ലാവരും ഞെട്ടുന്നുണ്ട്. ഇത്രയും വലിയ വീട്ടിലാണോ രേവതിക്കുട്ടി താമസിക്കുന്നതെന്ന് രോഹിത്ത് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, അതെ, അവൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പം കൃഷ്ണമോളും ചോദിക്കുന്നുണ്ട്, എന്ത് വലിയ വീട് ഇത്, കണ്ടു കഴിഞ്ഞാൽ വലിയ റിസോർട്ടാണെന്നേ തോന്നത്തുള്ളൂ എന്ന് കൃഷ്ണമോൾ പറയണം. അപ്പം അലീന പറയാണ്, അങ്ങനെ പലരും വിചാരിച്ചിട്ടുണ്ട്, വാ നമുക്കങ്ങോട്ട് ചെല്ലാം, വീട്ടിൽ തന്നെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അലീന പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം ഇറങ്ങുവാണ്. വീട് കണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ കൃഷ്ണമോളാണെങ്കിൽ നോക്കുമ്പോൾ രോഹിത് കാറിൽ നിന്ന് ഇറങ്ങുന്നില്ല. അപ്പം ചോദിക്കുന്നുണ്ട്, എന്താ രോഹിട്ട് ഇറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇറങ്ങുന്നില്ല, ഞാനിവിടെ ഇരിക്കാം, നിങ്ങൾ പോയി കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആണ് കൃഷ്ണമോൾ ചോദിക്കുകയാണ്, ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പോന്നോളെങ്കിൽ രോഹിയേട്ടൻ വരുന്നില്ലേ അകത്തോട്ട്, ഇവിടെ തന്നെ ഇരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് എല്ലാവരെയും കാണാനൊരു മടി, ഞാൻ വരുന്നില്ല എന്ന് രോഹി പറയുകയാണ്. അപ്പം
അലീന പറയാണ് അത് പറ്റത്തില്ല, നമ്മൾ 4 പേരും കൂടെ അല്ലേ വന്നത്, നമുക്ക് 4 പേരും ഒരുമിച്ച് തന്നെ അങ്ങോട്ട് ചെല്ലാം. രോഹിത്തും വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെന്താ നിനക്കൊരു ചമ്മൽ? ഇവിടെ ഉള്ളവർക്ക് സത്യങ്ങൾ അറിയാമല്ലോ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിലും ചേച്ചി എല്ലാവരെയും ഒന്ന് ഫേസ് ചെയ്യാൻ എനിക്ക് നല്ല മടിയുണ്ട്, അത് കുഴപ്പമില്ല, നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് രോഹിത്തിനെയും വിളിച്ചുകൊണ്ട് വരികയാണ്. ഈ സമയത്ത് ഇവർ വന്നെന്നറിഞ്ഞ് മാമച്ചനും ഗ്രേസിയമ്മയും ഓടി വരികയാണ്. രേവതിക്കുട്ടി വരുന്നില്ല. അപ്പം ഇവരെല്ലാം ഓടി വരുന്ന് ഇവരെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്തിയാ രേവതിക്കുട്ടി? അവളെ അകത്ത് പിണങ്ങി നിൽക്കുക, ചേച്ചി വരുന്ന കാര്യം എന്നെ വിളിച്ച് പറഞ്ഞില്ലെന്നും പറഞ്ഞ് പിണങ്ങി നിൽക്കുകയാണെന്ന് ചേച്ചിയമ്മ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, അന്തിയെ ഞാൻ അവളെ ഒന്ന് കാണട്ടെ, അവിടെ പിണക്കം ഞാൻ ഇപ്പം മാറ്റാമെന്നും പറഞ്ഞുകൊണ്ട് അലീന ചെല്ലിയാണ്. അപ്പം അകത്തിങ്ങനെ പിണങ്ങി മാറി നിൽക്കുകയാണ് രേവതിക്കുട്ടി. അപ്പോൾ അലീന ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ എന്നെ കണ്ടിട്ടൊരു മൈൻഡില്ലാത്ത പിണക്കത്തിലാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതെ പിണക്കത്തില്ല, എന്നെ വിളിച്ച് ചേച്ചി പറഞ്ഞില്ലല്ലോ ചേച്ചി ഇങ്ങോട്ട് വരുന്ന കാര്യം, ആൻറ്റിയെ വിളിച്ചല്ലേ പറഞ്ഞത്, അതിനെന്താ, മോള് ആൻറ്റി വഴി അറിഞ്ഞല്ലോ പിന്നെന്താ. അപ്പം രേവതിക്കുട്ടി പറയാണ്, അങ്ങനല്ലല്ലോ ചേച്ചി എന്നെയല്ലേ വിളിച്ച് പറയേണ്ടത്, പിന്നെ ചേച്ചിക്ക് സുഖമില്ലാതെ നടന്നപ്പം ഞാൻ അങ്ങോട്ട് വരാനും സമ്മതിച്ചില്ല, ഇത്രയും നാളെടുത്ത് ചേച്ചി ഇങ്ങോട്ട് വരാൻ എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി ഓരോ പരാതിയും പരിഭവവും പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, നീ എന്നോട് പിണങ്ങാതെ എൻ്റെ കൂടെ ആരൊക്കെ വന്നേക്കുന്നതെന്നൊക്കെ, ഇവരെയൊക്കെ നീ അല്ലേ നിൻ്റെ വീട്ടിലേക്ക് സ്വീകരിക്കേണ്ടത്, നീ ഇങ്ങനെ പിണങ്ങി മാറി നിന്നാൽ എങ്ങനെയാണെന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ശരി, നീ 2-3 ദിവസം കഴിഞ്ഞല്ലേ പോകത്തുള്ളൂ, അതുവരെ ഇവിടെ എൻ്റെ കൂടെ തന്നെ നിൽക്കണമെന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ശരി ശരി, ഇപ്പോഴെങ്ങും പോകുന്നില്ല, 2 ദിവസം കഴിഞ്ഞേ പോകത്തുള്ളൂ, നിൻ്റെ കൂടെ തന്നെ നിൽക്കാം എന്നൊക്കെ അലീനയും പറയുന്നുണ്ട്. അങ്ങനെ അവരെ പിണക്കം മാറ്റി എല്ലാവരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴത്തേക്ക് രേവതിക്കുട്ടി പോയി ജ്യൂസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ രോഹിത്തിനാണെങ്കിൽ ആകപ്പാടെ എല്ലാവരെയും മുഖത്ത് നോക്കാൻ ഒരു ചമ്മൽ, അങ്ങനെ കുനിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ അമ്മച്ചി ചോദിക്കുന്നുണ്ട്, എന്താ മോൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന ഇങ്ങനെ വിഷമത്തോടെ രോഗത്തിനെ നോക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവന് എല്ലാവരെയും ഫേസ് ചെയ്യാൻ ഇപ്പോഴും ഒരു മടിയാണ്, ഇങ്ങോട്ട് വരാൻ തന്നെ താല്പര്യമില്ലെന്ന് പറഞ്ഞാണ് ഞാൻ പിടിച്ചുകൊണ്ട് വന്നേ, വീട്ടിനകത്ത് തന്നെ എപ്പോഴും ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ വേണ്ടേ, അങ്ങനെ ഞാൻ നിർബന്ധപൂർവ്വം കൊണ്ടുവന്നതാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അതിനെന്താ, മോനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അതെല്ലാവർക്കും ഇപ്പോൾ അറിയാലോ, പിന്നെ എന്തിന് എപ്പോഴും മുറിക്കകത്ത് തന്നെ കയറിയിരിക്കുന്നത്, ആരോടും മിണ്ടാതെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല, മോൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരുടെയും മുഖത്ത് നോക്കി സംസാരിക്കുക തന്നെ ചെയ്യണം, പുറത്തിറങ്ങണം എന്ന് പറയുകയാണ്. അപ്പോൾ രോഹിത്താണെങ്കിൽ ഇങ്ങനെ വിഷമത്തോടെ അവരെ നോക്കുന്നുണ്ട്. അപ്പം അലീന പറയാണ്, അതൊക്കെ അവനറിയാം, എന്നാലും എല്ലാവരെയും മുഖത്ത് നോക്കാനൊരു വിഷമം ഇപ്പോഴും എന്ന് പറയാണ്. അതൊന്നും വേണ്ട മോനെ, നിൻ്റെ തെറ്റ് നിനക്ക് മനസ്സിലായല്ലോ, അതിൽ നീ പശ്ചാത്തപിക്കുന്നില്ലേ, പിന്നെന്തിനാ നീ വിഷമിക്കുന്നതെന്ന് ഗ്രേസിയമ്മ പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്താണെങ്കിൽ അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്, രോഹിയേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഇനി ചേച്ചി പറഞ്ഞറിയാം, പിന്നെ രോഹിയേട്ടൻ നിരപരാധിയാണല്ലോ, പിന്നെ എന്തിനാ എല്ലാവരെയും ഫേസ് ചെയ്യാൻ മടിയെന്നൊക്കെ രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് മാമച്ചൻ. അപ്പം അലീന പറയുന്നുണ്ട്, അച്ഛന് എവിടെയോ യാത്ര പോയിക്കുകയാണ്, 2-3 ദിവസം കഴിഞ്ഞേ വരുത്തോളം എന്നാണ് പറഞ്ഞത്, അപ്പം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങോട്ട് വരാമെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പം അങ്ങനെ അച്ഛൻ അനുവാദം തന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങോട്ട് പോരുന്നെന്ന് പറയുകയാണ്. അപ്പോൾ ഗ്രേസിയമ്മ പറയാണ്, അതെന്താ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലേ, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ഇപ്പോൾ എല്ലാവരും കൂടെ വന്നപ്പോൾ ഈ വീടിനൊരാളും അനക്കമൊക്കെ ആയെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഉടനെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, നമുക്ക് ചിന്നുമോളെയും കാണാൻ പോണേ ചേച്ചി എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ, എല്ലായിടത്തും പോവാം, ഞങ്ങൾ എന്തായാലും 2-3 ദിവസം ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് എല്ലായിടത്തും ഒന്ന് കറങ്ങാമെന്നൊക്കെ അലീനയെടുത്ത് രേവതിക്കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസിയമ്മയും അമ്മച്ചനും പറയുന്നുണ്ട്, അത് ശരിയാണ്, നമുക്ക് എല്ലായിടത്തും പോയൊന്ന് കറങ്ങി എല്ലാം ഒന്ന് കണ്ടിട്ട് 3 ദിവസം അടിച്ച് പൊളിക്കാമെന്നൊക്കെ ഗ്രേസിയമ്മയും അമ്മച്ചനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരിവിടെ സന്തോഷമായിട്ട് എറണാകുളത്ത് താമസിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കും അലീനയ്ക്ക് ടെൻഷനുണ്ട്, ബാലചന്ദ്രൻ എങ്ങോട്ടാണോ പോയത്, ഇനി ആരെ കാണാനാണോ പോകുന്നത്, ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച് അടങ്ങാത്ത പകയായിട്ട് നേരെ നീലഗിരിക്ക് പോവുകയാണ്. എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരണം എന്നൊരു തീരുമാനമാണ് ബാലചന്ദ്രൻ എടുത്തിരിക്കുന്നത്.